اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها وزوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ അന്ത്യ നിമിഷങ്ങള് സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ മറളിഹി അല്ലദീ തൂഫി ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവസാന സമയം രോഗിയായി കിടക്കുമ്പോൾ, മരണത്തിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒരു ഉപദേശം അസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും. ഉമ്മത്തെ അസ്സലാത്ത്, നമസ്കാരട്ടോ, വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളുടെ വിഷയവും. ഈ രണ്ട് കാര്യവും പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ സാല യഖൂലുഹ ഹത്താ മാ യഫീളു ബിഹാ ലിസാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹത്താ, ഏതുവരെ? പിന്നീട് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് ചലിക്കാത്ത ഒരു രൂപത്തിലേക്ക് എത്തപ്പെടുന്നു. അപ്പോഴൊക്കെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവസാന സമയത്ത് നാവിന് ഇത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അസ്വല അസ്വല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഇങ്ങനെ ഉപദേശിച്ച് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്തും നമസ്കാരത്തെക്കുറിച്ച് ഇത്രമാത്രം ഈ ഉമ്മത്തിനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം? നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പവിത്രതയും അതിന്റെ പുണ്യങ്ങളും അത്രമാത്രം വലുതാണ്. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള 5 നേരത്തെ ഈ നമസ്കാരം. അതുമായി ബന്ധപ്പെട്ട ഐച്ഛിക നമസ്കാരങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്ര ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പുണ്യങ്ങളും നിറഞ്ഞ ഒരു മഹത്തായ ഒരു കർമ്മമാണ് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ശ്രേഷ്ഠതകൾ ഓരോന്നിങ്ങനെ എണ്ണി നമുക്ക് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹാഫള അലൈഹ, ഈ നമസ്കാരത്തെ ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ കാനത്ത് ലഹു നൂറും വ ബുർഹാനുൻ വ നജാത്തൻ യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഈ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് നൂറുൻ പ്രകാശമാണ്, വ ബുർഹാനുൻ തെളിവാണ്, വ നജാത്തുൻ രക്ഷയാണ് അന്ത്യദിനത്തിൽ ലഭിക്കാൻ പോകുന്നത്. നമസ്കാരത്തെ ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ നൂറാണ്, ബുർഹാനാണ്, നജാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഫ്ളലുൽ അഅമാലി ബഅദ ഷഹാദത്തൈൻ, 2 ഷഹാദത്തുകൾ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ 2 ഷഹാദത്തിന് ശേഷം പിന്നെ ഏതാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് ചോദിച്ച സമയത്ത്, അയ്യുൽ അഅമാൽ അഫ്ളൽ, ഏതാണ് വലിയ കർമ്മം എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് മുറ പോലെ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട അമല് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല തഅസിലുൽ ഖതായ, ഒരു മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ കഴുകിക്കളയാൻ ഈ നമസ്കാരം മതി. ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ പാപങ്ങൾ ഇങ്ങനെ കഴുകിക്കളയാൻ ഈ നമസ്കാരം മതി. എത്രമാത്രം ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, മസലുൽ സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. കമസലിൻ നഹിരിൻ, ഒരു പുഴ, ഒരു അരുവി, അത് അലൽ ബാബി അഹദിക്കും, നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ മുമ്പിലൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ അരുവിൽ നിന്ന് ഒരാൾ 5 നേരം കുളിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഹൽ യബ്കാ മിൻ ദർനിഹി ഷൈഉൻ, സഹാബത്തെ 5 നേരം ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു അരുവിയിൽ നിന്ന് കുളിച്ചാൽ അവന്റെ ശരീരത്ത് പിന്നെ വല്ല അഴുക്കുമുണ്ടാകുമോ? സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു കൊടുക്കാണ്, എന്ത്? ലാ യബ്കാ മിൻ ദർനിഹി ഷൈഉൻ, പ്രവാചകരെ അവന്റെ ശരീരത്തിൽ പിന്നെ ഒരു അഴുക്കുമുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, ഫദാലിക മസലുൽ സ്വലവാത്തുൽ ഖംസ്, അപ്രകാരമാണ് 5 നേരത്തെ നമസ്കാരം ഒരടിമക്ക് സമ്മാനിക്കുന്നത്. 5 നേരം ഇവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ യംഹുല്ലാഹു ബിഹിന്ന ഹത്തായ, ഈ 5 നേരത്തെ നമസ്കാരങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ മായ്ച്ചു കളയാൻ. 5 നേരം ഒരാൾ നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളുണ്ടല്ലോ, ചെറു പാപങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും? മായ്ച്ചു കളയും ഈ നമസ്കാരം കൊണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, റമളാനു ഇല റമളാൻ, ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുമ, അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മാത്രം മതി. 5 നേരത്തെ നമസ്കാരം, ഓരോ നമസ്കാരത്തിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ ആ നമസ്കാരം മതി. പിന്നീട് വരുന്ന നമസ്കാരം മതി. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ ജുമുഅ കിട്ടിയാൽ മതി. ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കിയ മതി. അത്രമാത്രം എളുപ്പമാണ്, സുന്ദരമാണ് ഈ ഇസ്ലാം എന്ന പവിത്രമായ ദീൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് സമ്മാനമായി കൊടുക്കാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പദവികൾ ഉയർത്തപ്പെടും ഈ നമസ്കാരങ്ങൾ കൊണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദ്,
സൗബാൻ താങ്കൾ എന്ത് ചെയ്യുക? സുജൂദുകൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. സൗബാൻ താങ്കൾ ഓരോ സുജൂദും അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പം ആ സുജൂദ് നിമിത്തം ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, ആ സുജൂദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ പദവികൾ ഉയർത്തും. വഹത്ത അൻക ബിഹാ ഖതിയതൻ, താങ്കളിൽ വന്നിട്ടുള്ള തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുജൂദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പള്ളിയിലേക്കുള്ള വരവുണ്ടല്ലോ, നിസ്കാരത്തിലേക്കുള്ള വരവ്, ആ റബ്ബിന്റെ അടുക്കിലേക്കുള്ള ആ വരവ് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലെ ഒരു വിരുന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാ. ദുഖൂലുൽ ജന്ന ബിറുഫഖത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പള്ളിയിലേക്കുള്ള ആ വരവ് അതെന്താണ്? സ്വർഗത്തിലുള്ള ഓരോ വിരുന്ന് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഈ മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഹദ്ദല്ലാഹു ലഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് ഒരുക്കി വെക്കാണ് നുസുലം കുല്ലമാ ഗദാ ഔ റാഹ. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് വരുമ്പോഴൊക്കെ ഒരു വിരുന്ന്, ഒരു സൽക്കാരം സ്വർഗത്തിൽ ഈ മനുഷ്യന് വേണ്ടി ഒരുക്കി വെക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കും, ഓരോ ദിവസവും നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, രാവിലെയും വൈകുന്നേരം ഒക്കെ വരുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സൽക്കാരത്തിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പള്ളിയിലേക്ക് വരുന്നത് എന്ന്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ റബീഅ റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹം ഉണ്ടായപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്ത്? അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കുക എന്നുള്ളത്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കുക എന്നുള്ളത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, അങ്ങനെയെങ്കിൽ റബീഅ നീ എന്നെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നീ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെയെങ്കിൽ താങ്കൾക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ എന്ത് ചെയ്യാം? താമസിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, ആ പള്ളിയിലേക്കുള്ള നിസ്കാരത്തിലേക്കുള്ള നടത്തം പോലും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മശ്യു ഇലൈഹ, നമസ്കാരത്തിലേക്കുള്ള നടത്തം. ആ നടത്തം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുർഫഉ ദറജാത്തുൻ, പദവികൾ ഉയർത്തും. വതുഹത്തു അൽ ഖതായ, പാപങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും എന്നുള്ളത്. അപ്പം പള്ളിയിലേക്കുള്ള ആ വരവ് പോലും എന്താണ്? അത് ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയുടെ, ഒരു മുസ്ലിമിന്റെ, അവന്റെ പദവികൾ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി തരും. മാത്രമല്ല പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. ഇനി ഈ നമസ്കാര സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക എന്ന് വിചാരിച്ചോളി. നമസ്കാരം കഴിഞ്ഞ് നമസ്കാര സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സമയം അത്രയും അള്ളാഹുവിന്റെ മാലാകന്മാർ, മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മലായിക, മലക്കുകൾ യുസല്ലൂന അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലല്ലാ ഫീഹി, ഒരു മനുഷ്യൻ അവിടെ നമസ്കരിച്ചു, ആ നമസ്കാര സ്ഥലത്ത് തന്നെ അവൻ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയം അത്രയും അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിനോട് അല്ലാഹുമ്മ റഹംഹും, അള്ളാഹുവേ ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണം. അല്ലാഹുമ്മ ഫിർലഹും, അള്ളാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ തുബ്ലഹും, അള്ളാഹുവേ ഈ മനുഷ്യന് നീ തൗബ അള്ളാഹുവേ ഈ മനുഷ്യന്റെ തൗബ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് മലക്കുകൾ ഓരോന്നും ഈ മനുഷ്യന് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പുണ്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ഓരോ നമസ്കാരങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ പുണ്യങ്ങൾ കിട്ടുമെന്ന ഉറപ്പ് നമുക്കുണ്ടോ? ഇതെല്ലാം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ നമസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ലഭിക്കുന്ന രൂപത്തിൽ തന്നെയാണോ നമ്മൾ നമസ്കാരത്തിലേക്ക് നമ്മൾ വരുന്നത്? അതല്ല, ഒരു യാന്ത്രികനെ പോലെ ഒരു സ്വിച്ച് ഇട്ടാൽ ഓണാകുന്ന, വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ അത് നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്കുള്ള
നമസ്കാരമാണോ നമ്മുടെ നമസ്കാരം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ സൂറത്തുൽ മാഊന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ സൂറത്തുൽ മാഊനിന്റെ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത് എന്ന് അറിയാം? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശട്ടോ. ആരാ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമുണ്ട്, വൈലുണ്ട്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം? അത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചു. എന്താണ് വൈല്? എന്താണ് വൈല്? വൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ല് അൽ ഹലാക്ക്, നാശമാണ്. വൽ അദാബു ശദീദ്, കഠിനമായ ശിക്ഷയാണ്. വൈൽ എന്ന് പറഞ്ഞാൽ നാശമാണ്, കഠിനമായ ശിക്ഷയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വൈലിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഷിദ്ദത്തുൽ അദാബ്, അള്ളാന്റെ കഠിനമായ ശിക്ഷയാണ് വൈല് എന്നുള്ളത്. അള്ളാന്റെ കഠിനമായ ശിക്ഷയാണ്. അപ്പോ നമ്മൾ ആലോചിച്ചു നോക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇപ്പൊ വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശെന്ന്. നമസ്കരിക്കുന്ന ആൾക്ക് വൈലാണ്, കഠിനമായ ശിക്ഷയാണ് ലഭിക്കുന്നത് എന്ന് സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല അദ്ദേഹം സൂചിപ്പിച്ചു. വൈൽ എന്ന് പറഞ്ഞാൽ വൈൽ വാദി ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരക്കാണ് വൈൽ എന്ന് പറയുക എന്നുള്ളത്. നോക്കൂ, അങ്ങനെയെങ്കിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് നരകത്തിന്റെ ഒരു താഴ്വരയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. ഒന്ന് ആലോചിച്ച്, നമസ്കരിച്ചുകൊണ്ടും അള്ളാന്റെ ശിക്ഷ വാങ്ങുന്ന ആളുകൾ, നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയായ നരകത്തിന്റെ ഒരു ഭാഗം താഴ്വര വിലക്ക് വാങ്ങുന്ന ആളുകൾ, നമ്മൾ അത്ഭുതപ്പെടേണ്ടതിരിക്കുന്നു. നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ സൂക്ഷിക്കണം. എന്താ കാരണം? നമസ്കരിക്കുന്ന മനുഷ്യനാണ് വൈല് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആർക്കാണ് വൈല്, എങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാണ് വൈല് എന്നും കൂടിയും അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. അല്ലദീനഹും, അവരെങ്ങനെയാണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവർ അവരുടെ നമസ്കാരത്തിൽ സാഹൂൻ, അവർ സാഹൂനുകളായിരിക്കും എന്നുള്ളത്. എന്താണ് സാഹൂൻ? എന്താണ് സാഹൂൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതിന്റെ ഓരോന്നും എണ്ണിപ്പറഞ്ഞു. ഒന്നാമത് ഇമ്മ അൻ വഖ്തി അൽ അവൽ ഫയുഅഖിറൂനഹാ ഇലാ ആഖിരിഹി ദായിമൻ ഔ ആലിബൻ, സമയത്തെ ശ്രദ്ധിക്കാതെ ഓരോ നമസ്കാരവും അതിന്റെ അവസാന സമയം വരെ കാത്തിരിക്കുന്ന ആളുകൾ, ഓരോ നമസ്കാരവും അതിന്റെ അവസാന സമയം വരെ കാത്തിരിക്കുന്ന ആളുകൾ. സമയമുണ്ട് എങ്കിലും ആ നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ആ നമസ്കാരത്തിന്റെ അവസാനത്തെ സമയം വരെ കാത്തിരിക്കുന്ന ആളുകൾ. വ ഇമ്മ, അല്ലെങ്കിൽ അൻ അദാഹിഹാ ബി അർകാനിഹാ വ ശുറൂതിഹാ അലാ വജ്ഇൽ മഅ്മൂർ, നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ട് അതിന്റെ അർക്കാനുകളുണ്ട്, അതിന്റെ ശുറൂത്തുകളുണ്ട്. ഒരു നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ റുക്കുനുകൾ ശരിയാകണം, അതിന്റെ ശുറൂത്തുകൾ, കണ്ടീഷൻസുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമു, റുകൂ, സുജൂദ്, ജുലൂസ് ബൈനൽ സജദതൈനി, ഇങ്ങനെയുള്ള ഓരോന്നും അതിന്റെ അർക്കാനുകളും ശുറൂത്തുകളുമാണ്. അങ്ങനെയുള്ള അർക്കാനുകളും ശുറൂത്തുകളും അത് പാലിക്കാതെ തോന്നിയ രൂപത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ വ ഇമ്മ, അതല്ലെങ്കിൽ അനിൽ ഖുശൂഉ ഫീഹാ, ആ നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകൾ, നമസ്കാരത്തിന്റെ ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കും. ഖുശൂ പലപ്പോഴും നഷ്ടപ്പെടുന്നത് അതിന്റെ റുക്കൂകളും സുജൂദുകളും ശരിയാകാതെ വരുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, അസ്ഫഉന്നാസി സരിക, മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ അല്ലദീ യസ്രിഖു ഫീഹി സ്വലാത്തുഹും, അവന്റെ നമസ്കാരത്തിൽ കളവ് നടത്തുന്ന മനുഷ്യരാണ് എന്നുള്ളത്. നമസ്കാരത്തിൽ കളവ് നടത്തുന്ന മനുഷ്യർ, അന്ന് ആലോചിച്ചു നോക്കും, എങ്ങനെയായിരിക്കും നമസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, കൈഫ യുസ്രിഖു ഫീ സ്വലാത്തിഹി, പ്രവാചകരെ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് നമസ്കാരത്തിൽ മോഷണം നടത്തുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ലാ യുതിമ്മു റുകൂഹ വലാ സുജൂദഹ, റുക്കൂവും സുജൂദും പൂർത്തിയാക്കാത്ത മനുഷ്യൻ നമസ്കാരത്തിൽ കളവ് നടത്തിയവനാണ്. റുക്കൂവും സുജൂദും പൂർത്തിയാക്കാത്തവൻ, അവൻ നമസ്കാരത്തിൽ കളവ് നടത്തിയവനാണ്. റുക്കൂവും സുജൂദും പൂർത്തിയാക്കാത്തവന്റെ നമസ്കാരത്തിൽ എന്ത് ഖുശൂആണ് ഉണ്ടാവുക? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസത്തൻ, നമസ്കാരത്തിൽ മൂന്ന് കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു, നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് ഓരോന്നെണ്ണി പറഞ്ഞു. അന്നക്കുറത്തു കന്നക്കുറത്തു ദീഖ്, കോഴി കൊത്തും പോലെയുള്ള കൊത്തല്. ചില ആളുകൾ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ നമസ്കരിക്കണ കണ്ടാൽ കോയിനെ പോലും വെല്ലുവിളിക്കുന്ന, കോയിനെ പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള നമസ്കാരം, അത് പാടില്ല.
അത് വിരോധിക്കപ്പെട്ടതാണ്. മാത്രമല്ല നായ ഇരിക്കും പോലെയുള്ള ആ ഇരുത്തം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, കുറുക്കൻ നോക്കുന്നത് പോലെയുള്ള നോട്ടം ചില ആളുകൾ തങ്ങളുടെ നമസ്കാരത്തിൽ നോക്കും. സുജൂദിലേക്ക് നോക്കേണ്ടതിന് പകരം അങ്ങ് സൈഡിലൂടെ പോകുന്ന ആളുകളെ, മുമ്പിലൂടെ പോകുന്ന ആളുകളെ, പല ആളുകളെയും തിരിഞ്ഞു നോക്കുന്ന, കുറുക്കന്റെ നോട്ടം നോക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും നമസ്കാരത്തിൽ. അങ്ങനെ നോക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് വിലക്കിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഖുശൂ നഷ്ടപ്പെടുന്ന നോട്ടമാണ് ഈ കുറുക്കന്റെ നോട്ടമെന്ന്. കുറുക്കനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഉപമിച്ചത്. കുറുക്കന്റെ നോട്ടത്തെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കുന്ന മനുഷ്യനെ എന്ത് ചെയ്ത് സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ എത്ര ജീവികളാണ് ഈ ഒരു പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ആളുകൾ ആയി മാറുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യം പറഞ്ഞത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, പാടില്ല നിങ്ങൾ ചെയ്യാൻ എന്ന ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ ഖുശൂ നഷ്ടപ്പെടുന്നതാ. മാത്രമല്ല വലി തദബ്ബുറു ലിമആനിഅ, അതുപോലെ തന്നെ ഈ അതിന്റെ ആശയങ്ങൾ അറിയാതെ നമസ്കരിക്കുക എന്നുള്ളത്. നമസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റുകളുണ്ട്, നമസ്കാരത്തിൽ ചെല്ലുന്ന ദുആകളുണ്ട്, നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ ആയത്തുകളുണ്ട്. ഈ ആയത്തുകളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും ഒന്നും അതിന്റെ ആശയമറിയാതെ, അതിനെ ഉറ്റാലോചിക്കാതെ, തദബ്ബുർ നടത്താതെ നമസ്കരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഖുശൂ നഷ്ടപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഒരു നമസ്കാരത്തെ മുസല്ലി അല്ലെങ്കിൽ സാവൂനായിട്ട് നമസ്കരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത്. ആലോചിച്ചു നോക്ക്. ഇങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഈ കാര്യത്തിൽ എണ്ണി പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടുക. മഹാനായ അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത്, സാഹൂൻ എന്ന് വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി ഓരോന്നിങ്ങനെ എണ്ണി കൊടുത്തു. ആരാണ് സാഹൂൻ? സാഹൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഠിനമായ ശിക്ഷ അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു തായ്വര ലഭിക്കുന്ന ഒരു മുസല്ലിയാണ്. എന്നിട്ട് ഈ സാഹൂനിൽ ആരാണ് ഉൾപ്പെടുക എന്ന് അമാനി മൗലവി എണ്ണി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്തത് ഒന്ന് പാടെ ഉപേക്ഷിക്കുന്ന, നമസ്കാരത്തെ തന്നെ ശ്രദ്ധിക്കണില്ല. രണ്ടാമത്തേത് ചിലപ്പോൾ മാത്രം നിസ്കരിക്കും, അല്ലെങ്കിൽ മൂന്നാമത്തേത് മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പം മാത്രം നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരമൊന്നുമില്ല. മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ എന്ത് ചെയ്യും? നിസ്കരിക്കും. നാലാമത്തേത് സമയനിഷ്ഠ പാലിക്കാതിരിക്കുക. ഒരു നമസ്കാരത്തിന് ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മഅ്കൂത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞത് എന്ത്? നമസ്കാരത്തെ കുറിച്ചിട്ട്. നമസ്കാരം എന്ന് പറഞ്ഞാലേ എന്താണെന്നറിയോ? അത് ഒരു അടിമക്ക് അതിന്റെ സമയം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് എന്താണ് നിസ്കരിക്കേണ്ടത് എന്ന് ഈ ആയത്തിറങ്ങുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം അല്പം വൈകിപ്പോയി. ആ സമയത്ത് അള്ളാന്റെ പ്രവാചകന് ഈ ആയത്തിറങ്ങിയത്. പ്രവാചകൻ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മഅ്കൂത. എന്താണ് നമസ്കാരം? നമസ്കാരത്തിനൊരു സമയം കിട്ടോ, ആ സമയം കൃത്യമാകണമെന്ന് അള്ളാന്റെ കൽപ്പന. എന്നിട്ടാണ് ഈ സമയം കിട്ടുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തത് അമാനി മൗലവി പറയാണ്, നമസ്കാരത്തിലെ ഷർത്തുകളും ഫർളുകളും ശ്രദ്ധിക്കാതിരിക്കുക. നമസ്കാരത്തിലുള്ള ഷർത്തുകളും ഫർളുകളും റുക്കൂനുകളും ഒന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? നിസ്കരിക്കുന്ന ആളുകളാണ് സാഹൂൻ. അതല്ലെങ്കിൽ അന്യ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം നമസ്കാരത്തിൽ കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ട്. മറ്റു ചിന്തകളിലേക്ക് മനുഷ്യൻ പോകുന്നു. നമസ്കാരം ഒരു യന്ത്രത്തെ പോലെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നടക്കുന്നുണ്ട്. അവന്റെ ബാഹ്യമായ ശരീരം മാത്രം പള്ളിയിലുണ്ട്, നമസ്കാര സ്ഥലത്തുണ്ട്, അള്ളാന്റെ മുമ്പിലുണ്ട്. അവന്റെ ചിന്തകളൊന്നും എന്തില്ല? ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ടില്ല. ഏഴാമത്തെ അദ്ദേഹം പറയാണ്, നമസ്കാരത്തിൽ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ഖുർആൻ പാരായണമുണ്ട്. ഇതിന്റെ അർത്ഥമറിയാതെ, അത് ഓർക്കാതെ കേവലം ഒരു ചടങ്ങായി മാത്രം നിർവഹിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ സാഹൂരിൽ ഉൾപ്പെടുന്നത് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പല വിഷയങ്ങളും നമ്മൾ ഓർത്തോർത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ നമസ്കാരത്തിലുള്ള പല ദുആകളുടെയും പല ദിക്റുകളുടെയും അർത്ഥവും അതിന്റെ മീനിങ്ങും അത് പഠിക്കുന്നില്ല, അത് നമ്മൾ ആലോചിക്കണില്ല.
അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. എന്നാൽ അതുകൊണ്ടാണ് ഈ നമസ്കാരത്തിലെ ഖുശൂ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റു ചിന്തകളും ആലോചനകളും നമ്മുടെ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്. അതല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടായാൽ തീർച്ചയായിട്ടും ആ നമസ്കാരത്തിൽ ഒരു പരിധി വരെ നമുക്ക് ആ ശ്രദ്ധ എന്ത് ചെയ്യാൻ പിടിച്ചു വെക്കാൻ കഴിയും. ഈ സാഹൂനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂന്റെ ഒന്നാമത്തെ ആയത്ത. ആ ആയത്തിൽ ഒന്നാമത്തെ വിശേഷണമായി പല വിശേഷണങ്ങളും പറയുന്നുണ്ട്. വിജയിച്ച വിശ്വാസികളുടെ പല വിശേഷണങ്ങളും പറയുമ്പം ഒന്നാമത്തെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളായിരിക്കും, ഭയഭക്തിയുള്ള ആളുകളായിരിക്കും. അള്ളാഹുവിനെ ഓർത്ത് ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണം നടത്തുന്ന ആളുകളായിരിക്കും. അവർ ഒരു ദിക്ർ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ, മനസ്സുകൊണ്ട് പരിശുദ്ധപ്പെടുത്താൻ അവർക്ക് സാധിക്കും. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി വആഫിനി എന്ന് പ്രാർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവിനോട് ഓരോ ചോദ്യങ്ങൾ അള്ളാഹിനോട് ഇദ്ദേഹം ചോദിക്കും. കാരണം ഇതിന്റെ ആശയം അറിയാം, ഇതിന്റെ ആശയം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഈ നമസ്കാരത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ, ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് അവന്റെ ഹൃദയം പിടക്കും. കാരണം ആ ആയത്തുകളിലുള്ളത് ആലോചിക്കും അവന്റെ ഹൃദയം പിടക്കും. അള്ളാഹുവിനോട് പ്രതീക്ഷ കൂടും. ഇങ്ങനെ നമസ്കരിക്കാൻ കഴിയും ആർക്ക്? ഇതിന്റെ ആയത്തുകളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും ആശയങ്ങൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ നിസ്കരിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഒന്നാമത്തെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഈ ഒരു രൂപത്തിൽ ഈ ഒരു വിശേഷണത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഈ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാർ, സൂറത്തു നഹലിന്റെ 25-ാമത്തെ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ അലാ സാഅ മാ യസ്റൂൻ. ലിയഹ്മിലു, വഹിക്കുന്ന ആളുകളുണ്ട്, വഹിക്കുന്നവർ. ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തില് സ്വന്തം ഭാരങ്ങൾ, പാപഭാരങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്. അത് പൂർണ്ണമായിട്ടും വഹിക്കും. അവനവന്റെ പാപഭാരം ചെയ്യും, അവനവൻ പൂർണ്ണമായിട്ടും ചെയ്യും, വഹിക്കും. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അറിവുണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ അറിവ് കേട് നിമിത്തം അവർ കാരണമായി പിഴക്കാൻ ഇടയായവരുടെ പാപഭാരവും ഇവൻ വഹിക്കേണ്ടി വരും. നമ്മൾ കാരണം മറ്റുള്ളവർ വഴി പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം കൂടി ആര് വഹിക്കണം? നമ്മൾ വഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ സാഅ മാ യസ്റൂൻ. ഈ ഒരു പാപഭാരം ചുമക്കൽ എത്ര മോശമാണ്. അവനവന്റെ പാപഭാരം ചുമക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തിന്റെ ഭാരം കൂടി ഒരു മനുഷ്യൻ ചുമക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ചുമക്കൽ എത്രമാത്രം മോശപ്പെട്ട സംഗതിയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും നമ്മൾ കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യുക, വഴി പേച്ചു പോകുക. ഞാൻ ഈ ആയത്ത് പറയാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സൗഭാഗ്യമാണ് നമ്മുടെ മക്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നമ്മുടെ മക്കളെ തരുമ്പോൾ ഒരുപാട് കരാറുകൾ ചെയ്തിട്ട് നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിലേക്ക് തന്നത്.
ഒരുപാട് താക്കീതുകള്, നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ നമുക്ക് അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. ഈ മക്കള് വഴിപിഴച്ചു പോകുന്നതിന് ഒന്നാമത്തെ കാരണം അത് അവന്റെ മാതാപിതാക്കളല്ല. അതിൽ യാതൊരു സംശയമില്ല. അതാ ഒരു ഹദീസിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുഞ്ഞ് അവൻ മുസ്ലിം ആകുന്നതും ജൂതനാകുന്നതും നസ്രാണിയാകുന്നതും ഒക്കെ അവന്റെ ബാപ്പാന്റെ മാതാപിതാക്കളുടെ കാരണം കൊണ്ട്. അതായത് തെറ്റിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം അവന്റെ മാതാപിതാക്കൾ. ഇനി നമ്മുടെ മക്കളുടെ അവസ്ഥ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മുടെ മക്കള് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ പല സംഗതികളും അവർക്ക് വേണ്ടിയിട്ടുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഐഹിക ജീവിതത്തിൽ ഓരോന്നും നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. അവർ പ്രയാസപ്പെടാൻ പാടില്ല. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം, അവർക്കുള്ള മെഡിസിൻ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മറ്റു എല്ലാ സംഗതികളും നമ്മൾ ഒന്നിനും ഒരു കുറവും വരാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ അവർ അനുഭവിക്കുകയും ഒരു പ്രയാസവുമില്ലാതെ അവർ നമ്മുടെ കൂടെ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ബാധ്യത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ? ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ ആ സമയത്ത് മക്കൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് തടയുക. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ അവരോട് കൽപ്പിക്കുക. ഇതൊക്കെ ചെയ്യാതെ ബാക്കിയുള്ള ഈ ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്ത് നാളെ പരലോകത്തേക്കുള്ളത് ഒന്നും നമ്മൾ ഒരുക്കി കൊടുക്കണില്ല. മാത്രമല്ല അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ മക്കൾ ചെയ്ത പാപത്തിന്റെ ഭാരം ആര് വഹിക്കണം? നമ്മൾ വഹിക്കണം. അതിലെന്തത്ര വലിയ സംശയം? കാരണം അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? നമുക്കുണ്ട്. അത് നമ്മൾ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഈ മക്കൾ അങ്ങനെങ്ങാനും വഴി തെറ്റിപ്പോയാൽ, നമ്മൾ കാരണം വഴി തെറ്റിപ്പോയാൽ, നമ്മൾ പറഞ്ഞു കൊടുക്കാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ ആ മക്കൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പാപഭാരം ആര് വഹിക്കണം? നമ്മൾ വഹിക്കണം. അല്ല സാഅമൈസുറുൻ. അങ്ങനെ നമ്മൾ ഈ പാപഭാരം വഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മോശമായിട്ടുള്ള ഒരു ചുമടായിരിക്കും നാളെ ചുമട്ടുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ചെയ്തു കൊടുക്കുക. അതായത് ഇസ്ലാം ആ ദീനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കൊണ്ടുപോകാം. കാരണം സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ വളരെ പ്രതികൂലമായ ഒരവസ്ഥയാണ് എന്ന്. പലപ്പോഴും പല വലിയ ആളുകൾ പോലും, അറിവുള്ള പണ്ഡിതന്മാരുടെ മക്കൾ പോലും വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടം. ഒരുപാട് ഇസങ്ങളുടെ, ആദർശങ്ങളുടെ, യുക്തികളുടെ നടുവിലാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റുള്ളവരിലേക്ക് പോകാതെ ഈ തൗഹീദിൽ, ഈ സുന്നത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പറയുകയും അതിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുക. അതിനുള്ള സൗകര്യങ്ങൾ നാടുകളിലുണ്ട്. അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ നോക്കും,